നിങ്ങളുടെ പത്രത്തിന് എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പം അങ്ങോട്ട് വീഴ്ത്താം, നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ നേപ്പാൾ പോലെ സമരം നടത്തി നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങ് വീഴ്ത്താൻ, നരേന്ദ്രമോദി അങ്ങ് വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മക്കളെ എന്ന് പരസ്യമായി പറയുകയാണ്. വിദ്യാർത്ഥി നിങ്ങൾ എഴുതിക്കോ, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആ എഴുതിയവരോട് പറഞ്ഞേക്ക്, നിങ്ങൾ എഴുതിയല്ലോ ഇന്ത്യയിൽ നടക്കില്ല, മനസ്സിലല്ലോ പറയൂന്ന്. ഇന്ത്യയിൽ അതൊന്നും നടക്കൂല അഭിലാഷേ. നീ ഒന്നും പണയണ്ട. ഞങ്ങൾ അങ്ങോട്ട് തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തിനാ കാശ്മീരിലെ വിദ്യാർത്ഥിയാ പറയുന്നത്? ഞങ്ങൾക്കാണ് വലിപ്പം, ഞങ്ങൾക്കാണ് ശക്തി, ബാക്കി തെരുവിലിറങ്ങുന്ന ആളുകളെയൊക്കെ നിഷ്കാസനം ചെയ്ത് പറയാം. മോഹൻലാൽ ആരാണ്? ലാലേട്ടൻ. കഴിഞ്ഞ കോവിഡ് സമയത്ത് പ്രധാനമന്ത്രി പാത്രം കൊട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ പാത്രം കൊട്ടിയെന്ന് മാത്രമല്ല, എല്ലാവരോടും ഒരുമിച്ച് പാത്രം കൊട്ടുന്ന സൗണ്ടിന്റെ തരംഗങ്ങൾ കൊണ്ട് കൊറോണയുടെ അണുക്കൾ ചത്തുപോകുന്ന പറഞ്ഞ ആളല്ലേ ലാലേട്ടൻ. ആ ലാലേട്ടന്റെ മകൾ മായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്തൊരു ആക്രമണമാണ് സൈബർ ഇടങ്ങളിൽ. അങ്ങനെ ഞങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയാനേ പാടില്ല. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യം? ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. നരേന്ദ്രമോദിയുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് ചർച്ച നിങ്ങൾ ചെയ്യേ. ചൈനയുടെ മുമ്പിൽ പോയി ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ നിൽക്കുന്ന രാഹുൽ ഗാന്ധി, പാകിസ്ഥാൻകാരന്റെ കൂടെ ഒപ്പം ചേരാൻ താല്പര്യം കാണിക്കുന്ന രാഹുൽ ഗാന്ധി, പാവപ്പെട്ട ഇന്ത്യയിലെ സൈനികരെ വെടിവെച്ചപ്പോ അതിന് തെളിവ് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ രാജ്യസ്നേഹമല്ല നരേന്ദ്രമോദിയുടെയും BJPയുടെയും. ഇന്ത്യയുടെ ഭൂമി പാകിസ്ഥാന് വിട്ടുകൊടുത്ത കോൺഗ്രസിന്റെ പാരമ്പര്യമല്ല. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. രാഹുൽ ഗാന്ധിയുടെ മെക്കെട്ട് കയറാതെ നീറ്റ് ചോദ്യ പേപ്പർ നീറ്റിനെ കുറിച്ചും കൂടി രാഹുൽ ഗാന്ധിയുടെ നിങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞത്? ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ, നിങ്ങൾ ചോദിച്ചല്ലോ എന്തു സമര പാരമ്പര്യമാണ് BJPക്കെന്ന്. നിങ്ങളുടെ നേതാവ് ഇന്ദിരാഗാന്ധി ഉണ്ടല്ലോ, ജനാധിപത്യത്തെ കുഴിച്ചുമൂടി അടിയന്തരാവസ്ഥ വന്നപ്പോ തെരുവിലിറങ്ങി ഈ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ഞങ്ങളാണോ? ഞങ്ങള് ഇന്ത്യയിൽ ജനാധിപത്യം തിരിച്ചുകൊണ്ട് വന്നത് ഞങ്ങളാണോ? 42ാം ഭരണഘടന, അതും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ഞങ്ങളാണോ? ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോ കോൺഗ്രസ് വരണ്ട, നിങ്ങൾ ആകാശവും വായുവും ഭൂമിയും കട്ട് തന്നെ വരാം. കോൺഗ്രസിനെ സ്വന്തം പാർട്ടിയുടെ കട്ടൗട്ടും കൊടിയും മറിച്ചു വിറ്റ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ കൊടിയെങ്കിലും കക്കാതിരുന്നൂടെ? സ്വന്തം പാർട്ടിയുടെ കട്ടൗട്ടും കൊടിയെങ്കിലും കട്ട് വിൽക്കാതിരുന്നൂടെ? അതെങ്കിലും ചെയ്തൂടെ? ആകാശവും വായുവും ഭൂമിയും കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ നേതാവ് നരേന്ദ്രമോദി ഒരു ദിവസം നരേന്ദ്രമോദിയെ നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ അങ്ങനെ ഇല്ലാണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല, ചുക്കും നടക്കൂല. ഇറങ്ങിയാൽ ഇന്ന് തെരുവിലുള്ളവർക്ക് തെരുവുണ്ടാവില്ല, തെരുവിലുള്ളവർക്ക് തെരുവുണ്ടാവില്ല. പിന്നെ ഞാൻ ഒന്നാമത് ചോദിക്കുക, ഇവിടെ വന്നിട്ടുള്ള അഭിലാഷ് മോഹൻ അടക്കം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ. നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ? ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത്രേ ഉള്ളൂ. നിന്നെ സമ്മതിക്കണം. എത്രയോ പ്രാവശ്യം നീറ്റ് അല്ലെങ്കിലും നീറ്റുമായി തത്തുല്യമായി ബന്ധപ്പെട്ട പല പരീക്ഷകളിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴൊന്നും ഇത്തരം സമരങ്ങളോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനോ ഒന്നും അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണമെന്നൊന്നും ആരും അന്ന് പറഞ്ഞ് വലിയ ബഹളമൊന്നും വെച്ചിട്ടില്ല. 154 തവണ പേപ്പർ ലീക്കായി. മനുഷ്യർക്ക് സഹനശക്തിയില്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ ലീക്കാക്കാറുണ്ട്, പിന്നെ ഇപ്പൊ ലീക്കായാൽ മാത്രം എന്താ കുഴപ്പമെന്നാണോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഇപ്പൊ 146 പറഞ്ഞ 182 പ്രാവശ്യം നോൺ BJP ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അത് ബാധമായിട്ടുണ്ട്. ഇത് പറഞ്ഞതൊന്നും BJP ഒന്നും അല്ല, ടൈംസ് നൗ ആണ്.
ടൈംസ് നൗ ആണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനൊന്ന് തിരിച്ചു പറയാണ്, ശരിയാണ്, ഞാനതിനെ നിഷേധിക്കില്ല. നീറ്റ് പരീക്ഷയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതിന് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് 118 പോലീസുകാരെയാണ് സാർ ആക്രമിച്ചിരിക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ച പോലീസുകാർ ഉമ്മ വെക്കോ? ആദ്യം ആരാ ആക്രമിച്ചത്? അതൊക്കെ ഒരുപാട് വീഡിയോ ഇപ്പോൾ മാർച്ചിലേക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ എന്നാ ഈ ഹൈഡ്രജൻ ട്രെയിൻ കല്ലെടുത്ത് എറിഞ്ഞ് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാരാ? വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടന്നത് എവിടെയാണ്? ഒരു സെക്കൻഡ് സാർ, ഇതാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഈ മാതൃഭൂമി മാത്രമല്ല കാവിപ്പട ഗ്രൂപ്പിൽ വരുന്ന സംഗതികളെല്ലാം എടുത്ത് പറയുമ്പോൾ പ്രശ്നം ഇത്. ഈ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് എവിടെയാ? ഹൈഡ്രജൻ ട്രെയിനിനെതിരെ കല്ലെറിഞ്ഞത് എവിടെയാ? അത് പാറ്റ്നയിലാണ്. അതെപ്പോ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ഒരു സെക്കൻഡ് സാർ, അതൊന്നും ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. അതൊന്നും എനിക്കറിയാൻ മേല. ബീഹാറിൽ ഏതോ ഒരു പ്രത്യേക പോലീസിലേക്കാണോ തോന്നുന്നു ഒരു റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്ന ദിവസം ട്രെയിൻ വൈകിയതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷയ്ക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അതിൽ രോഷാകുലരായ ആളുകൾ ഈ പാറ്റ്നയിൽ ബീഹാറിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ കുറച്ചു നാൾ മുമ്പത്തെ കല്ലേറിന്റെ വിഷയമാണ്. ഡൽഹിയിലെ കുട്ടികൾ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു, ഹൈഡ്രജൻ ട്രെയിൻ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, ഡൽഹിയിലെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അത് ബീഹാറിൽ കുറച്ച് ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ 63 വാഹനങ്ങളാണ് തകർത്തത്. 63 വാഹനങ്ങളാണ് ഡൽഹിയിൽ തകർത്തിരിക്കുന്നത്. അഭിലാഷ് മോഹൻ, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പോലീസ് തന്നെ തകർക്കുന്ന വിഷയമുണ്ട്. പോലീസ് രാത്രി കൊണ്ട് കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്ന വിഷയമുണ്ട്. പോലീസ് രാത്രി കൊണ്ട് കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്ന വിഷയമുണ്ട്. സാധാരണക്കാരുടെയും 63 വാഹനങ്ങളാണ് തകർത്തത്. 63 വാഹനം ആര് തകർത്തു? അതൊക്കെ അന്വേഷിക്കണം. അന്വേഷിച്ച് വന്നാൽ മനസ്സിലാവും. ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം, നമുക്ക് തർക്കിക്കാം. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി കൊടുക്കരുത്. ടോവിനോ തോമസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അഭിനേതാവ് അയാളുടെ അഭിപ്രായം പറയുന്നു. അത് അയാളുടെ ഇഷ്ടമല്ലേ? ഉടനെ അയാളുടെ വീട്ടിലേക്ക് വാമൂട്ടി കെട്ടി പ്രകടനം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? ടോവിനോന്റെ വിമർശനം, അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അവിടെ യുവമോർച്ച അങ്ങനെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ചത്. അവർ വായ് മൂടിക്കെട്ടി പ്രതിഷേധിക്കാനുള്ള അവകാശം യുവമോർച്ചയ്ക്കില്ലേ? ടോവിനോ പറഞ്ഞതെന്താ? സമാധാനപരമായി സമരം നടത്തിയ വിദ്യാർത്ഥികളെയാണ് തല്ലിച്ചതച്ചത്, നിയമപരമായി സമരം നടത്തിയവരെയാണ് തല്ലിച്ചതച്ചത്. ഇതാണ് ടോവിനോ പറഞ്ഞത്. സമാധാനപരമായി സമരം നടത്തിയതാണോ? അത് എൻ്റെ കയ്യിലെ വിഷ്വലുണ്ട്. അഭിലാഷ് മോഹൻ അത് കിട്ടിയിട്ടുണ്ടാവില്ല, വേണം ഞാൻ അയച്ചു തരാം. സമരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പെപ്പർ സ്പ്രേ, വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പോലീസിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതാണ്. അതുവരെ പോലീസ് അനങ്ങിയിട്ടില്ല. ബാരിക്കേഡ് വെച്ച് പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചു. ഉള്ളിലേക്ക് കടന്നവരെ പോലീസ് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പെപ്പർ സ്പ്രേ അടിച്ച് പോലീസുകാരെ തല്ലി പോലീസുകാരെ അടിക്കുന്നത് ഈ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടതാണ്. പോലീസുകാരെ തല്ലിയാൽ പോലീസുകാർ കയ്യും കൊട്ടി ഇന്ത്യയിൽ എവിടെങ്കിലും നോക്കി നിൽക്കും എന്ന് അഭിലാഷ് മോഹൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിലാഷ് മോഹൻ്റെ മാത്രം വിചാരമാണ്.